മുഹ്സിന അസു കോടതിയിൽ നിന്ന് ചേരുകയാണ്. മുഹ്സിന, അല്പം മുമ്പ് പൾസർ സുനി അടക്കമുള്ള പ്രതികൾ കോടതിയിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്? ആരൊക്കെയാണ് കോടതിയിൽ ഇന്ന് ഇത് കേൾക്കാനായി എത്തിയത്? നൗഫൽ, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ദിവസം തന്നെയാണ്. കാരണം ഈ 7 വർഷത്തിലധികമായി കേസിന്റെ വിചാരണ നടപടികൾ അന്തിമമായി മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിൽ സുപ്രീം കോടതിയിൽ നടക്കം വിമർശനം നേരിട്ടൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ കേസിലെ അന്തിമ വിധി അടുത്ത മാസം, അതായത് ഡിസംബർ 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള വിധി ഉണ്ടാകുമെന്നാണ് ജഡ്ജായ ഹണി എം വർഗീസ് പറഞ്ഞിരിക്കുന്നത്. അന്നേ ദിവസം 9 പ്രതികളും, അതായത് കേസിലെ 1-ാം പ്രതി പൾസർ സുനി, അതുപോലെ തന്നെ 8-ാം പ്രതിയായ നടൻ ദിലീപ് അടക്കം 9 പ്രതികളും അന്നേ ദിവസം കോടതിയിൽ ഹാജരാകണമെന്നുള്ള ഉത്തരവ് കൂടിയാണ് ജഡ്ജ് നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് പൾസർ സുനി കേസിലെ 1-ാം പ്രതി പൾസർ സുനി അടക്കം 5 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നത്. ഇന്ന് എന്താണ് പറയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനാണ് അവർ എത്തിയത്. കാരണം ഈ 5 പേർക്കും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. എന്താണെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് സുപ്രീം കോടതിയിൽ നിന്ന് 1-ാം പ്രതി കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയതിന് പ്രധാന കാരണമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് അന്തിമമായി ഇത്തരത്തിൽ വിചാരണ നടപടികൾ വൈകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 1-ാം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അത്തരത്തിൽ വലിയ രീതിയിൽ രൂക്ഷ വിമർശനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് എത്രയും വേഗത്തിൽ ഈ വിധി പ്രസ്താവം ഉണ്ടാവണമെന്നൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് സാക്ഷി വിസ്താരവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വാദങ്ങളും അതുപോലെ തന്നെ പ്രതിഭാഗം വാദഗതികളൊക്കെ തന്നെ അവസാനിച്ചത്. എല്ലാം അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായത്. അതിനുശേഷം ഇപ്പോഴാണ് ഇടയ്ക്ക് ഇത്തരത്തിൽ അടച്ചിട്ട മുറിയിൽ വിസ്താരങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോഴും അടച്ചിട്ട മുറിയിൽ തന്നെയാണ് കേസ് നടപടിക്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നത്. പ്രധാന കാരണം മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് രീതിയിലൂടെയൊക്കെ തന്നെ കേസിന് വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ള നടിയുടെ ആരോപണം, പരാതികൾ, അത്തരത്തിൽ വലിയ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇക്കാലയളവിലൊക്കെ തന്നെ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, രാഷ്ട്രപതിക്ക് അടക്കം ഈ നടി ഒരു പരാതി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്ക് നീതി കിട്ടുന്നില്ല, കേസ് അനന്തമായി നീണ്ടുപോവുകയാണെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രപതിക്കടക്കം കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുജിതബ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് 2017 ഫെബ്രുവരിയിൽ നടന്ന നടിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച ആ കേസ്. അതിനുശേഷം 2017 അതേ വർഷം തന്നെ കേസിലെ 1-ാം പ്രതി മറ്റൊരു പ്രതിയായ വിജീഷും, അതായത് സുനിയും അതുപോലെ തന്നെ വിജീഷും കോടതിയിൽ ഹാജരാവുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്കറിയാം. പോലീസ് അവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒരുപാട് കണ്ടതാണ്. എന്താണെങ്കിലും പൾസർ സുനിയുടെ ഒരുപാട് നിർണായകമായ മൊഴികളാണ് പിന്നീട് ഗൂഢാലോചന കേസായി തെളിഞ്ഞു വന്നത്. ഇതിന് ഒരുപാട് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പരാതികളൊക്കെ തന്നെ വരികയും നിരവധി കോടതികളിൽ അനുബന്ധ കേസുകളും ഉണ്ടായതും ഈ കേസ് അനന്തമായി വിചാരണ നടപടികൾ അനന്തമായി നീളാനുള്ള ഒരു കാരണമായി മാറുകയായിരുന്നു. എന്താണെങ്കിലും ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് നടൻ ദിലീപിലേക്ക് ഈ കേസ് എത്തുന്നതും ദിലീപിനെതിരായ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കണ്ടു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നത്. മെമ്മറി കാർഡ് പ്രതികളടക്കം ഇരുന്നു കണ്ടു എന്നതടക്കമുള്ള ദൃശ്യങ്ങളടക്കം കണ്ടു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. ബാലചന്ദ്ര കുമാറിന്റെ മൊഴി അത് നമുക്ക് വളരെയധികം നിർണായകമായിരുന്നു. എന്നാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മൊഴികൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസുകൾ എടുക്കുന്നതും ഈ മറ്റ് നടപടിക്രമങ്ങളിലേക്കും നീങ്ങുകയും ഒക്കെ തന്നെ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കേസാണ്. എന്താണെങ്കിലും 2017 തൊട്ട് ഇത്രയും വർഷക്കാലയളവിൽ നീണ്ടുനിന്ന ഒരു വിചാരണ നടപടികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് കേസ് ഈ അന്തിമ വിധി എന്നാണ് എന്ന് കേൾക്കാൻ 5 പ്രതികളാണ് നേരിട്ട് ഹാജരായത്. പൾസർ സുനി അടക്കം ഹാജരായിരുന്നു. ഇനി 9 പ്രതികളും, അതായത് ദിലീപ് അടക്കമുള്ള പ്രതികൾ ഈ 8-ാം തീയതി ഈ അന്തിമ വിധി കേൾക്കാൻ ഇവിടെ എത്തണമെന്നുള്ള ഒരു ഉത്തരവാണ് ഹണി എം വർഗീസ് നൽകിയിരിക്കുന്നത്. ഡിസംബർ 8-ന് ദിലീപ് അടക്കമുള്ള പ്രതികൾ ഈ വിധി കേൾക്കാനായി എത്തും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഏറെക്കാലമായി വിചാരണയും മറ്റ് നടപടിക്രമങ്ങളുമൊക്കെയായി മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേസിന്റെ വിധി പ്രസ്താവത്തിലേക്ക് എത്തുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രതിവാദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, വിചാരണ കഴിഞ്ഞിരിക്കുന്നു. ശേഷം സംശയ നിവാരണം വരെ നടത്തി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അഹമ്മദ് മുസ്തഫ കൂടി ചേരുന്നുണ്ട്. മുസ്തഫ, ഈ മെമ്മറി കാർഡാണല്ലോ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. ഈ നടിയെ ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ആ മെമ്മറി കാർഡ്
പലയിടങ്ങളിലായി എത്തിക്കുകയും അങ്ങനെ ചില ആളുകളൊക്കെ അത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൂട്ടമായിരുന്ന് കാണുകയും ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളും വാദമുഖങ്ങളുമൊക്കെ ഉയർന്നിരുന്നല്ലോ. അതിനുശേഷം മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറുന്നു. അങ്ങനെ പലതരത്തിലുള്ള കൃത്രിമങ്ങൾ ഇതിലൊക്കെ നടന്നു എന്നുള്ള തോന്നലുകൾ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ മെമ്മറി കാർഡ് എത്രത്തോളം നിർണായകമാണ് ഈ കേസിൽ? അതിൻ്റെ തെളിവുകൾ കൃത്യമായി കോടതിയിൽ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്.